ഇതാണ് കർണൂലുകാരുടെ സ്വന്തം ഹോട്ടൽ ഉണക്കം ഭാരതി. അപ്പം ഇന്ന് ഉണക്കം ഭാരതിയിൽ ഉച്ചയ്ക്കുള്ള ഫുഡ് വിശേഷങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. ഉണക്കം ഭാരതി എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഓർമ്മ വരുന്ന ഇവിടുത്തെ പുട്ടും മട്ടനുമാണ്. അത് എല്ലാ ടൈമും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഉച്ചയ്ക്കായാലും രാവിലെ ആയാലും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ വേറെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസാണ് പരിചയപ്പെടുന്നത്. ഉണക്കം ഭാരതിയിൽ നല്ല അടിപൊളി മീൽസ് കിട്ടും. ഫിഷ് ഫ്രൈയും കൂട്ടി നല്ല അടിപൊളി മീൽസ് കിട്ടുന്ന എത്ര പേർക്കറിയാം. അതുപോലെ തന്നെ ഉച്ചയ്ക്കുള്ള വെറൈറ്റി ഐറ്റംസ് ആയ പാലവൽ പഴം, ഇതൊരു കിടിലൻ കോമ്പിനേഷനാണ്. ഇത് കിട്ടുന്ന എത്ര പേർക്കറിയാം. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള നല്ല വിവിധതരം കോമ്പിനേഷനുള്ള കണ്ണൂരിലെ കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഹോട്ടലാണ് ഉണക്കം ഭാരതി ഹോട്ടൽ. അപ്പോൾ ഞാൻ ഉച്ച ടൈമിലാണ് ഇവിടെ എത്തിയത്. ചോറിനെന്നോർത്ത് വന്നതാണ്. അപ്പോഴത്തേക്കുണ്ട് നല്ല അവലും പാലും പഴവും കൂടെ ഉള്ളൊരു മിക്സ് കിടിലൻ കോമ്പിനേഷൻ മസ്റ്റായിട്ട് ട്രൈ ആണ്. കേരളത്തിൽ തന്നെ ഇത് വേറെ എവിടെ ഉണ്ടാവില്ല. അത്രയ്ക്ക് അടിപൊളിയായിട്ടൊരു കോമ്പിനേഷനാണ്. അവലും പാലവൽ അതുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഒരു പഴം കൂടി ആകുമ്പോഴത്തേക്കും കിടിലൻ കോമ്പിനേഷനാണ്. അതുകൂടാതെ ഇവിടുത്തെ മീൽസാണ് ഞാൻ നിങ്ങളത് പരിചയപ്പെടുന്നത്. ഇവിടെ നമുക്ക് ഊണ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ചെമ്മീൻ, അയല, കൂന്തൽ, മത്തി, ഇതൊക്കെ ഇവിടെ മീൻ വറുത്തും അവൈലബിൾ ആണ്. അപ്പോൾ ഉച്ചയ്ക്കത്തെ മീൽസാണ് ഞാൻ ഇവിടുത്തെ ട്രൈ ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ മെയിനായിട്ട് എടുത്ത് പറയേണ്ട ഒരു വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ നാടൻ റേഡിയോയുടെ പാട്ടൊക്കെ ഇട്ട് നമുക്ക് കണ്ണൂർ ടൗണിൽ നല്ല ഉച്ചയ്ക്ക് നല്ല ഫുഡ് കഴിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷനാണിത്. പിന്നെ നമുക്കിവിടെ ഫുൾ ടൈം നമുക്കിവിടെ പുട്ട് അവൈലബിൾ ആണ്. പുട്ടും മട്ടനും, പുട്ടും, കടലക്കറി, ചെറുപയർ, പഴം, പപ്പടം, ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കോമ്പിനേഷൻ. രാവിലെ ആയി കഴിഞ്ഞാൽ വെള്ളയപ്പം, മുട്ട റോസ്റ്റ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ, ചെറുപയർ, അവല, കിഴങ്ങ്, കടല, അതുപോലെ കപ്പ എപ്പോഴും ഇവിടെ കിട്ടും. ഇടിയപ്പം, ഇഡ്ഡലി, വെള്ളം, പുട്ട്, കാപ്പി, ചായ, ഇതൊക്കെ നമുക്ക് എല്ലാ ടൈംസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുന്നത് ഇവിടുത്തെ നല്ലൊരു ഫിഷ് ഫ്രൈ മീൽസാണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ആണ്. മസ്റ്റായി ട്രൈ ചെയ്യേണ്ട ഫിഷ് ഫ്രൈ തന്നെയാണ്. അതിൽ മീൽസ് എടുത്ത് പറയേണ്ടതാണ്. അപ്പം ഇനി കണ്ണൂർ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകുന്നവർക്ക് എന്താണ് മസ്റ്റായി ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണ് നമ്മൾ ഉണക്കം ഭാരതി. പിന്നെ മറക്കണ്ട ഇവിടുത്തെ പാലവൽ പഴം മിക്സ്, അതുപോലെ പുട്ട്, പപ്പടം, പുട്ട്, ചെറുപയർ, പുട്ട്, പഴം, ഇങ്ങനെയുള്ള നാടൻ കോമ്പിനേഷൻ ഇവിടെ അവൈലബിൾ ആണ്. പുട്ട് നമുക്ക് ഫുൾ ടൈം ഇവിടെ അവൈലബിൾ ആണ്. ഉച്ചയ്ക്കെന്നോ രാവിലെ ഒന്നുമില്ല, എപ്പോഴും നമുക്ക് പുട്ടും മട്ടനും കിട്ടും. ഇതാണ് ഇവിടുത്തെ അയല ഫ്രൈ. നല്ല കിടിലൻ മസാലയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അപ്പം എന്തായാലും ഇനി കണ്ണൂരുകാർക്ക് വന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് സ്പോട്ട് തന്നെയാണ് ഉണക്കം ഭാരതി. ഉണക്കം ഭാരതി എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഫുഡ് ലവേഴ്സിന് എന്താണെന്ന് അറിയാവുന്നൊരു സ്പോട്ട് തന്നെയാണ് ഉണക്കം ഭാരതി. കേരളത്തിൽ തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ് ഉണക്കം ഭാരതി. അപ്പം അവിടുത്തെ പുട്ടും മട്ടനും അല്ലാതെ അവിടുത്തെ മീൽസാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പരിചയപ്പെടുന്നത്. പിന്നെ ഇവിടുത്തെ പാലവൽ മിക്സ്, അതുപോലെ പഴം കൂട്ടി ഒരു പിടുത്തം പിടിച്ച് കഴിഞ്ഞാൽ എൻ്റെ മോനെ ഫുഡെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ഐറ്റമാണ്. പിന്നെ ഇവിടുത്തെ വില നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. ചോറിന് 60 രൂപ, ചെമ്മീൻ 130, കൂന്തൽ 130, അയല 100, ഇങ്ങനെ റേറ്റ് വരുന്നത്. പിന്നെ ഇവിടെ ഓംലെറ്റും അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ ഓംലെറ്റും ട്രൈ ചെയ്ത് എനിക്ക് ഇഷ്ടമായി. അതുപോലെ തന്നെ ഒരു പഴവും കൂടെ പിടിച്ചു. പഴം നല്ല റോബസ്റ്റ പഴം നോക്കിയിട്ട് അവൈലബിൾ ആണ്. പിന്നെ അയല ഫ്രൈ എടുത്ത് പറയേണ്ടതായിരുന്നു. അപ്പം എന്തായാലും മസ്റ്റായിട്ട്